പ്രിയ കുട്ടികളെ, നമുക്കിന്ന് എക്കണോമിക്സിൽ ഒരു വൺ വേഡ് ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കാൻ മക്കളെ, ഫസ്റ്റ് ഇയറിലാണ് നമുക്ക് എക്കണോമിക്സ് എളുപ്പം കേട്ടോ. സെക്കൻഡ് ഇയറിൽ മാർക്ക് മേടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ കൂടുതൽ മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി ഇത് എക്സാം ഇമ്പ്രൂവ്മെന്റ് എക്കണോമിക്സ് ഇമ്പ്രൂവ് എഴുതുന്നവർക്കും അല്ലാത്ത കുട്ടികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ഇല്ല, നിങ്ങൾ മോഡൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു, അതേ മോഡലായിരിക്കും നിങ്ങളുടെ യഥാർത്ഥത്തിൽ എഴുതാൻ പോകുന്ന 25-ാം തീയതി എക്കണോമിക്സിന്റെ എക്സാം അങ്ങനെയായിരിക്കും. അതില് മക്കൾക്ക് തരുന്നത് ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 10, 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും 8 എണ്ണം എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. ഓരോന്നിനും ഓരോ മാർക്കാണ് മക്കളെ. ഓരോ മാർക്ക് കളയാതെ നോക്കി 8 മാർക്ക് നമുക്ക് ഓരോ സെന്റൻസ്, ഒരു കുഞ്ഞ് ആൻസർ എഴുതി നമുക്ക് 1 മാർക്ക് ഒരെണ്ണത്തിന് കിട്ടും. അപ്പോൾ ഓർത്ത് വെക്കാം, ഫസ്റ്റ് ഇയറിൽ എക്കണോമിക്സ് ആണ് നമുക്ക് മാർക്ക് മേടിക്കാൻ സുഖം. സെക്കൻഡ് ഇയറിൽ എക്കണോമിക്സ് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ നല്ല ഭംഗിയായിട്ട് നമുക്കിത് പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് മീൻ മീഡിയൻ മോഡിന്റെ ഒരു ക്ലാസ്സും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾ എല്ലാവരും കണ്ടോളൂ. കാരണം മീൻ മീഡിയൻ മോഡ് ഇതായിരിക്കും നിങ്ങൾക്ക് 8 മാർക്കിന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതുകൊണ്ട് അതും നിങ്ങളത് പഠിച്ചിട്ട് പോകണം. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോകാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗവൺമെന്റ് ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസീസ് വിച്ച് ആർ കളക്റ്റീവ്ലി നോൺ ആസ്. ഒരുമിച്ച് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഫിസ്ക്കൽ പോളിസി എന്നാണ് അതിന്റെ ആൻസർ കേട്ടോ. ഓർത്ത് വെക്ക, 1 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സർവേ വിച്ച് ഇൻക്ലൂഡ്സ് എവരി എലമെന്റ് ഓഫ് ദി പോപ്പുലേഷൻ ഈസ് നോൺ ആസ് സെൻസസ് മെത്തേഡ്. അതായത് എല്ലാ എലമെന്റും, പോപ്പുലേഷന്റെ എല്ലാ എലമെന്റും ഇൻക്ലൂഡ് ചെയ്യുന്ന സർവേക്ക് പറയുന്നതാണ് സെൻസസ് മെത്തേഡ് എന്ന് കേട്ടോ. മലയാളത്തിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. തേർഡ് വൺ, ദ വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈസ് ബിറ്റ്വീൻ. മിക്കവാറും വർഷങ്ങളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈ ചെയ്യുന്നത് ഏത് വാല്യൂവിന് ഇടയ്ക്കാണെന്ന് ഓർത്ത് വെക്കാം. -1 and +1, -1 and +1. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് -1 മൈനസ് സൈൻ കാണിച്ചിട്ട് 1 ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാം, -1 and +1 ഇടയിലാണ് ഏത് കിടക്കുന്നത്, വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഗോൾഡൻ റെവല്യൂഷൻ റിലേറ്റ്സ് ടു. ഏതുമായിട്ട് ബന്ധപ്പെട്ടതിനാണ് നമ്മൾ ഗോൾഡൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഹോർട്ടിക്കൾച്ചർ. ഓർത്ത് വെക്കാം, ഹോർട്ടിക്കൾച്ചർ. നെക്സ്റ്റ് വൺ, GLF ക്യാമ്പയിൻ ഇനിഷ്യേറ്റഡ് ഇൻ ചൈന. എയിംഡ് ടു ഏതുമായിട്ട് ലക്ഷ്യം കൊടുത്തുകൊണ്ടാണ്. GLF എന്താന്ന് വെച്ചാൽ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. അപ്പൊ ഈ GLF എന്ന ക്യാമ്പയിൻ ഏതിനോട് റിലേറ്റ്, അല്ലെങ്കിൽ ചൈനയിലാണത്, എന്തിനോട് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് കൺട്രി, രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയലൈസേഷൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാകുന്നു GLF. അടുത്തത് കാർവ് കമ്മിറ്റി പ്രമോട്ട്. എന്താണ് കാർവ് കമ്മിറ്റി പ്രമോട്ട് ചെയ്യുന്നതെന്ന്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായങ്ങളെ പ്രമോട്ട് ചെയ്യുന്നതാണ് കാർവ് കമ്മിറ്റി എന്നത്. അടുത്തത് റേഞ്ച് നിങ്ങൾക്ക് കണക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരാട്ടോ. റേഞ്ച് കണ്ടുപിടിക്കാൻ കുറെ നമ്പേഴ്സ് മക്കൾക്ക് തന്നിട്ട് റേഞ്ച് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ എളുപ്പമാണ്. എങ്ങനെയാ മക്കൾ റേഞ്ച് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ നമ്പേഴ്സില് മക്കളെ ഏറ്റവും വലിയ നമ്പർ ആദ്യം എഴുതാം, അതിൽ നിന്ന് ചെറിയ നമ്പർ കണ്ടുപിടിക്കാം, എന്നിട്ട് ലാർജർ മൈനസ് സ്മോളർ. അപ്പൊ നമുക്ക് റേഞ്ച് കിട്ടും. നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് 10, 15 നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ട് റേഞ്ച് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ ആദ്യം എഴുതിയിട്ട് അതിൽ നിന്ന് തന്നിരിക്കുന്ന ഏറ്റവും ചെറിയ നമ്പർ മൈനസ് ചെയ്താൽ മതി. അപ്പൊ അത് റേഞ്ച് ആണ്. അതായത് ലാർജർ മൈനസ് സ്മോളർ, L-S. നെക്സ്റ്റ് വൺ, ഹിസ്റ്റോഗ്രാം ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ്. അത് ഒട്ടുമിക്കവാറും വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്നതാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണത്. ഹിസ്റ്റോഗ്രാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ്. സാധാരണ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏതുമായിട്ടാണ്? മോഡ് അറിയാലോ.
മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് ഈസ് ദി മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം. കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്ന ഐറ്റം ആണ് മോഡ്. മോഡിന്റെ കണക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് പോണം. അപ്പൊ മോഡ് ഈസ് ദി മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം ആകുന്നു. അതാണ് ഹിസ്റ്റോഗ്രാം റിലേറ്റ് ചെയ്തേക്കുന്നത്. അടുത്തത് ഒജീവ് ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുന്ന ഉറപ്പാണ് കേട്ടോ. അതായത് ഒജീവ് ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് ഏതാ? മീഡിയൻ. ഒജീവ് മീഡിയനും അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം മോഡുമാണ്, മാറിപ്പോകരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. അതായത് ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ കോറിലേഷൻ സ്റ്റഡി ചെയ്യുന്നതാ, അതാണ് സ്കാറ്റർ ഡയഗ്രാം. ഓർത്ത് വെക്കാം, സ്കാറ്റർ ഡയഗ്രാം. ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ കോറിലേഷൻ സ്റ്റഡി ചെയ്യുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം. നെക്സ്റ്റ് വൺ, മെഷർ ഓഫ് ഡിസ്പേർഷൻ ഫ്രം ആവറേജ്. അതായത് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഫ്രം ആവറേജ്. ആവറേജ് എന്നുള്ള മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ മെഷർ ഓഫ് ഡിസ്പേർഷൻ ഫ്രം ആവറേജ് എന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇതിനോട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം, റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന്. മക്കൾക്ക് ഇത് തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് ചോദിച്ചാൽ കോഎഫിഷ്യന്റ് കോറിലേഷൻ ആണ്. കോഎഫിഷ്യന്റ് കോറിലേഷൻ. അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്പറേഷൻ ഫ്ലഡ് റിലേറ്റ്സ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് എന്തുമായിട്ടാ? മിൽക്കുമായിട്ട് ബന്ധപ്പെട്ടതാകുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി മക്കൾ ഓർത്ത് വെക്കാം, ദ വാല്യൂ ഓഫ് കാൾപേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷൻ എന്നത് എങ്ങനെയാ? കാൾപേഴ്സന്റെ കോഎഫിഷ്യന്റ് കോറിലേഷന്റെ വാല്യൂ ഫ്രം 1 to 1. ഫ്രം 1 to 1, 1 മുതൽ 1 വരെ. ഓർത്ത് വെക്കാം, കാൾപേഴ്സന്റെ കോറിലേഷന്റെ വാല്യൂ എന്നത് ഫ്രം 1 to 1 ആണ്. ഇത്രയൊക്കെ പഠിച്ചിട്ട് മക്കള് പൊക്കോളൂ. നിങ്ങൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നല്ല ഭംഗിയായിട്ട് എക്കണോമിക്സ് എഴുതാം. എല്ലാവരും നല്ല മാർക്ക് മേടിച്ച് പാസ്സാകുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.